സോർട്ടിങ്ങിൻ്റെ ലോജിക്കാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 നമ്പേഴ്സ് സോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. 4, 3, 2, 1. ഈ 4 നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ 8051 എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ 2 നമ്പേഴ്സ് തമ്മിലെടുത്ത് കമ്പയർ ചെയ്യും. ആ കമ്പാരിസൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് സോർട്ടിങ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ആദ്യത്തെ 2 നമ്പേഴ്സ് നമുക്ക് എടുക്കാം, 3 and 4. എന്താ ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനെ അനുസരിച്ചിട്ടായിരിക്കും സോർട്ടിങ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ 3 - 4 നമ്മൾ ചെയ്യുന്നു, സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ വരാം അക്കോർഡിംഗ് ടു നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ 3 ആണ് ചെറിയ നമ്പർ, 4 ആണ് വലിയ നമ്പർ. അതായത് സെക്കൻഡ് നമ്പർ ചെറുതും ഫസ്റ്റ് നമ്പർ വലുതുമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ 3 - 4 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റായിരിക്കും. 8051 ക്യാരി ഫ്ലാഗ് സെറ്റാവും. അപ്പോൾ ഇത് സെറ്റാണോ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെറ്റാണെങ്കിൽ ഈ നമ്പേഴ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ഇത് കഴിയുമ്പോഴത്തേക്കും 3, 4, 2, 1 എന്നായിരിക്കും നമ്പേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? ഇനി അഗെയിൻ ഇതേ ലോജിക്ക് വീണ്ടും ചെയ്യും. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഇവിടെ ചെയ്യും. എന്നിട്ട് ക്യാരി ഫ്ലാഗ് നോക്കും. സോ സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ആ ഒരു സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ മീനിങ് എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ ആയിരിക്കും വലുത്. അപ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യണം. സോ വീണ്ടും എക്സ്ചേഞ്ച് നടക്കും. 3, 2, 4, 1. ഓക്കെ, ഇനി തന്നിരിക്കുന്ന നമ്പറിൽ ഇനി ഒരു കമ്പാരിസൺ കൂടെ മിച്ചമുണ്ട്. ദാറ്റ് ഈസ് 1 - 4. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ എടുക്കുന്നു. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഡിഫറൻസ് നെഗറ്റീവിൽ പോകും. അതായത് സെക്കൻഡ് നമ്പർ ആയിരിക്കും ചെറുത്, ഫസ്റ്റ് നമ്പർ വലുത്. അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം. 3, 2, 1, 4 വരും. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ നമ്പേഴ്സും ഒരു തവണ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്പേഴ്സ് സോർട്ടഡ് ആയോ? ഇല്ല. 3, 2, 1, 4 സോർട്ടഡ് നമ്പേഴ്സ് അല്ല. അപ്പോൾ അത് ഇനിയും ചെയ്യേണ്ടി വരും. സോ ഇതാണ് റൗണ്ട് 1. റൗണ്ട് 1ൻ്റെ റിസൾട്ടാണ് 3, 2, 1, 4. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത റൗണ്ട് വീണ്ടും ഇതേ പരിപാടി ചെയ്യണം. പക്ഷേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന 3, 2, 1, 4 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. റൗണ്ട് 1ൻ്റെ എൻഡിൽ എന്താണ് റിസൾട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് റൗണ്ട് ഓഫ് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1, 4. പഴയ ലോജിക്ക് തന്നെയാണ്. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ നോക്കുന്നു, എന്നിട്ട് ക്യാരി ഫ്ലാഗ് നോക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? സെക്കൻഡ് മൈനസ് ഫസ്റ്റ് റിസൾട്ട് നെഗറ്റീവിൽ പോകും, ക്യാരി ഫ്ലാഗ് സെറ്റാകും. സോ എന്ത് ചെയ്യണം? നമ്പേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യണം. ക്യാരി ഫ്ലാഗ് സെറ്റാണെങ്കിൽ എപ്പോഴും നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുക. 2, 3, 1, 4. ഇനി അഗൈൻ അടുത്ത സെറ്റ് നമ്പേഴ്സ് നോക്കുക. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ. അതും എന്താ സംഭവിക്കുന്നത്? ഇവിടെയും സെക്കൻഡ് നമ്പർ ആയിരിക്കും ചെറുത്, ഫസ്റ്റ് നമ്പർ വലുതാണ്. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ക്യാരി ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റായിരിക്കും. സോ അഗെയിൻ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുക. 2, 1, 3, 4. അപ്പോൾ 1ഉം 3ഉം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. എന്തുകൊണ്ടാണ്? ക്യാരി ഫ്ലാഗ് സെറ്റ് ആയതുകൊണ്ട്. സോ ഇനി ഒരു കമ്പാരിസണും കൂടെ ഉണ്ട്. 4 - 3. 4 - 3 ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് നമ്പറാണ് വലുത്, ഫസ്റ്റ് നമ്പർ ചെറുതാണ്. സോ 4 - 3യുടെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ക്യാരി നോക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. സോ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട? നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട.
അപ്പോൾ ഈ ഇത്രയും കമ്പാരിസൺസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ നമ്പേഴ്സും പരസ്പരം കമ്പയർ ചെയ്ത് കഴിഞ്ഞു. 3 കമ്പാരിസൺസ് ആയിട്ടുണ്ട്. സോ ഈ റൗണ്ടിൻ്റെ ഫൈനൽ റിസൾട്ട് 2 1 3 4 ആയിരിക്കും. നമ്പേഴ്സ് സോർട്ടഡ് ആയോ? ഇല്ല. റൗണ്ട് 2 കഴിഞ്ഞു. അഗെയിൻ നമ്പേഴ്സ് സോർട്ടഡ് ആയിട്ടില്ല. സോർട്ടഡ് ആണെങ്കിൽ ഇനി നെക്സ്റ്റ് റൗണ്ട്, അടുത്ത റൗണ്ടും കൂടി പോകേണ്ടി വരും. ഇപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആകാൻ കാരണം എന്താണ്? ടോട്ടൽ 4 നമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. 4 നമ്പേഴ്സ് തമ്മിൽ 3 കമ്പാരിസൺസ് നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ 3 കമ്പാരിസൺസ് നടത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാ നമ്പേഴ്സും തമ്മിൽ കമ്പാരിസൺസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് റൗണ്ട് കംപ്ലീറ്റ് ആകുന്നത്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും എന്ത് ചെയ്യണം? നമ്പേഴ്സ് സോർട്ടഡ് ആയോ എന്ന് നോക്കുക. അപ്പോൾ അഗെയിൻ റൗണ്ട് 2ലും നമ്പേഴ്സ് കംപ്ലീറ്റ് സോർട്ടഡ് ആയിട്ടില്ല. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവുക. അടുത്ത റൗണ്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ഈ റൗണ്ട് 2ൻ്റെ എൻഡ് റിസൾട്ട് വെച്ച് നിന്നായിരിക്കും അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 1 3 4 എന്നാണ് അടുത്ത റൗണ്ടിൻ്റെ സോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടു 1 3 4. സോ അഗൈൻ പഴയ ലോജിക്ക് തന്നെയാണ്. ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ എടുക്കുന്നു. അപ്പോൾ ഇവിടെയും സെക്കൻഡ് നമ്പർ ചെറുതും ഫസ്റ്റ് നമ്പർ വലുതുമാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യാരി ഫ്ലാഗ് സെറ്റാകും. അങ്ങനെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുക. 1 2 3 4. ഇനി അടുത്ത കമ്പാരിസൺ 3 - 2 ആണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് നമ്പറാണ് വലുത്, ഫസ്റ്റ് നമ്പർ ചെറുതാണ്. ഈ കമ്പാരിസണിൻ്റെ റിസൾട്ട് അനുസരിച്ച് ക്യാരി ഫ്ലാഗ് നോക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. സോ 0 ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട, അത് അതേപോലെ തന്നെ നിൽക്കും. 2 3 പൊസിഷൻ മാറ്റേണ്ട ആവശ്യമില്ല, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. റൗണ്ടിൽ ലാസ്റ്റ് കമ്പാരിസണിലേക്ക് പോകുന്നു. 4 - 3. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പർ 4ഉം ഫസ്റ്റ് നമ്പർ 3ഉം ആണ്. 4 - 3 നോക്കുകയാണെങ്കിൽ എന്താണ്? സെക്കൻഡ് നമ്പർ തന്നെയാണ് വലുത്, ഫസ്റ്റ് നമ്പർ ചെറുതാണ്. അപ്പോൾ ഇതും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 4 - 3 ചെയ്യുകയാണെങ്കിൽ ക്യാരി ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് 0 ആയിരിക്കും. 0 ആണെങ്കിൽ അഗെയിൻ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട. സോ റൗണ്ട് 3 കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് എങ്ങനെയായിരിക്കും? 1 2 3 4 തന്നെയായിരിക്കും. 1 2 3 4. അപ്പോൾ ഇത് സോർട്ടഡ് ആണോ? അപ്പോൾ ഇത് നമ്പർ കംപ്ലീറ്റ്ലി സോർട്ടഡ് ആയിട്ടുണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞാൽ നമ്പർ അസെൻഡിങ് ഓർഡറിൽ, തന്നിരിക്കുന്ന നമ്പറിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടിയ റിസൾട്ടാണ്. ഇപ്പോഴാണ് നമ്മുടെ സോർട്ടിങ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ 3 റൗണ്ട് നമ്മൾക്ക് പോകേണ്ടി വന്നു. ഓരോ റൗണ്ടിലും എത്ര കമ്പാരിസൺസ് വരുന്നുണ്ട്? 3 കമ്പാരിസൺസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 4 നമ്പറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ 3 കമ്പാരിസൺസ്. 3 കമ്പാരിസൺസ് വരുന്ന 3 റൗണ്ട്സ് നമ്മൾ പോകണം, എങ്കിലേ കംപ്ലീറ്റ്ലി സോർട്ടഡ് ആയിട്ട് നമ്പർ കിട്ടുള്ളൂ. സോ ഇത് പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 ലൂപ്പ് വേണ്ടി വരും. ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗണ്ട്, അതിന് വേണ്ടിയിട്ടും. രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൂപ്പ് 1ൻ്റെ ലൂപ്പ് 2ൻ്റെ കൗണ്ട് സെയിം ആയിരിക്കും, വിച്ച് ഈസ് 3. 4 നമ്പറാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 3 കമ്പാരിസൺസ് ഒരു റൗണ്ടിൽ ചെയ്യേണ്ടി വരും. അതുപോലെ അങ്ങനത്തെ 3 റൗണ്ട് പോകേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ കണ്ടു. റൗണ്ട് 1 പോയി, റൗണ്ട് 2 പോയി, റൗണ്ട് 3 പോയി. റൗണ്ട് 3 വരെ പോയപ്പോഴാണ് 4 നമ്പേഴ്സും കംപ്ലീറ്റ് സോർട്ടഡ് ആയിട്ട് കിട്ടിയത്. അതുപോലെ ഒരു റൗണ്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ 3 കമ്പാരിസൺസ് വന്നു.
3 കമ്പാരിസൺസ് കഴിയുമ്പോഴാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇത് പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും 2 ലൂപ്പ് വേണ്ടി വരും. ലൂപ്പ് 1 ലൂപ്പ് 1ഉം ലൂപ്പ് 2ഉം. രണ്ടിൻ്റെ ലൂപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും, 4 നമ്പേഴ്സാണ് എടുക്കുന്നതെങ്കിൽ. ഒരു ലൂപ്പ് എന്തിനാണ്? ഒരു റൗണ്ടിൽ നമ്പേഴ്സ് പരസ്പരം കമ്പയർ ചെയ്യാനും, രണ്ടാമത്തെ ലൂപ്പ് ടോട്ടൽ എത്ര റൗണ്ട്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഇതാണ് സോർട്ടിങ്ങിൻ്റെ ലോജിക്ക്. ഇനി പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ 2 ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ലൂപ്പ് കൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് 4 നമ്പറാണ്. സോ ലൂപ്പ് കൗണ്ട് വിൽ ബി 3. അതിനുവേണ്ടി 2 രജിസ്റ്റേഴ്സ് എടുത്തിരിക്കുകയാണ്. ഒന്ന് R6ഉം രണ്ടാമത്തേത് R7ഉം. അപ്പോൾ R6 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ലൂപ്സ് ലൂപ്പ് 1ഉം ലൂപ്പ് 2 ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ലൂപ്പ് കൗണ്ട് R6ലും അടുത്തതിൻ്റെ ലൂപ്പ് കൗണ്ട് R7ലും എടുത്തിരിക്കുന്നു. സോ പിന്നെ മുന്നോട്ട് പോകുന്നു. മൂവ് DPTR, 900H. അപ്പം 9000 നിന്നാണ് നമ്മൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ 9000-ലായിരിക്കും, അടുത്ത നമ്പർ 9001-ൽ, അടുത്തത് 9002-ൽ, ലാസ്റ്റ് നമ്പർ 9003-ൽ. പിന്നെ വരുന്നത് മൂവ് A, R7, മൂവ് R6, A. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ R7-ൽ നിന്ന് കൗണ്ട് R6-ലേക്ക് വരുന്നതാണ്. അപ്പോൾ അതെന്താ, ആ 2 ലൈൻസിൻ്റെ മീനിങ് എന്താണെന്ന് പിന്നെ പറയാം. തൊട്ടടുത്ത ലൈനിലേക്ക് വരാം, വിച്ച് ഈസ് ലൂപ്പ് 2, മൂവ് X A, @DPTR. അപ്പോൾ ഇവിടെ മുതൽ ലൂപ്പ് 2 ആണ്. ലൂപ്പ് 2 എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഈ നമ്പേഴ്സ് തമ്മിൽ 2 നമ്പർ തമ്മിൽ എടുത്തിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും, എന്നിട്ട് ആ സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് വെച്ച് ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള ലൂപ്പാണ് ലൂപ്പ് 2. സോ ലൂപ്പ് 2 വരുന്നത് ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അക്യുമുലേറ്ററിലേക്ക് ഫസ്റ്റ് നമ്പർ എടുക്കുന്നു. ഇപ്പം 9000 ഫസ്റ്റ് നമ്പർ വരുന്നത്. അത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് എടുക്കുന്നു. ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ. അതിൻ്റെ ഒരു കോപ്പി R2-ലേക്ക് വെക്കുന്നു, മൂവ് R2, A. ഇനി എന്താ ചെയ്യുന്നത്? ഇനി അടുത്ത രണ്ടാമത്തെ നമ്പർ എടുക്കണം. അതിന് വേണ്ടിയിട്ട് DPTR ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, DPTR. അടുത്ത ലൈൻ മൂവ് X A, @DPTR. അപ്പം 9001-ലെ നമ്പർ എയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൂവ് R3, A. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചാൽ 9001-ലെ നമ്പറിൻ്റെ ഒരു കോപ്പി R3-ലേക്ക് വെക്കുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പയർ ചെയ്യാൻ വേണ്ട 2 നമ്പറും കിട്ടി. 9000-ലെ നമ്പർ R2-ലുണ്ട്, 9001-ലെ നമ്പർ എയിലുണ്ട്, R3-ലുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി ചെയ്യുന്നത് എന്താണ്? 9001-ലെ നമ്പറിൽ നിന്ന് 9000-ലുണ്ടായിരുന്ന നമ്പർ കുറയ്ക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. സബ് A, R2. എയിൽ 9001-ലെ നമ്പറുണ്ട്, R2-ൽ ആദ്യം എടുത്ത നമ്പർ അവൈലബിൾ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്പർ എക്സ്ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്
ഈ കമ്പാരിസൻ്റെ റിസൾട്ട് അനുസരിച്ച്, അതായത് സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് അനുസരിച്ച് ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടുണ്ടോ ഇല്ല എന്നനുസരിച്ചാണ്. ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണ്ട? നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യണ്ട. ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സ്ചേഞ്ച് ദ നമ്പേഴ്സ്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സബ്ട്രാക്ഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ക്യാരി ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ലൈനാണിത്. JNC സ്കിപ്പ്. അതായത് ക്യാരി സെറ്റായിട്ടില്ലെങ്കിൽ സ്കിപ്പ് എന്ന് പറഞ്ഞ ലൈനിലേക്ക് പോവുക. സ്കിപ്പ് എന്ന് പറഞ്ഞ ലൈൻ ഇവിടെയാണ്. അതായത് ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടില്ലെങ്കിൽ മീനിങ് നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യണ്ട അല്ലേ. സെക്കൻഡ് നമ്പർ ആയിരിക്കും വലുത്. അത് നേരത്തെ അതിൻ്റെ ഒരു സോർട്ടിങ്ങിൻ്റെ ലോജിക്ക് പറഞ്ഞ പോയിൻ്റാണ്. ഓക്കെ, അതിങ്ങോട്ട് വരിക. ഈ ലൈനിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നെ പറയാം, സ്കിപ്പ് ലൈനിൻ്റെ. നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം, വിച്ച് ഈസ് ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടുണ്ടെങ്കിൽ. ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടില്ലെങ്കിൽ സ്കിപ്പ് എന്ന് പറഞ്ഞ ലൈനിലേക്ക് പോകും. ക്യാരി ഫ്ലാഗ് സെറ്റായിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്കിപ്പിലേക്ക് പോകത്തില്ല, പകരം അടുത്ത ലൈൻ, അതായത് മൂവ് A,R2 എന്ന് പറഞ്ഞ ആ ലൈനിലേക്കായിരിക്കും പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ പോകുന്നത്. സോ ഇവിടം വരെയുള്ള ലൈൻസ് എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് സെറ്റാകുന്ന സിറ്റുവേഷനിൽ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റാണെങ്കിൽ വി ഹാവ് ടു എക്സ്ചേഞ്ച് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 9000 ഉണ്ടായിരുന്ന നമ്പർ 9001 കൊണ്ടുവെക്കണം. അതുപോലെ 9001 നമ്പർ 9000 കൊണ്ടുവെക്കണം. എങ്കിലേ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്താ ചെയ്തേക്കുന്നത്? മൂവ് A,R2. R2 എന്താണ്? പഴയ നമ്പറാണ്. 9000 ഉണ്ടാകുന്ന നമ്പറിൻ്റെ ഒരു കോപ്പിയാണ് R2 അത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനാണ് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി DPTR പോയിൻ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 9001 ആണ്. എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 9001ലേക്ക് 9000 അതായത് 9000 നമ്പർ കൊണ്ട് വെക്കണം. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി പഴയ നമ്പർ R2 എടുത്ത് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അക്യുമുലേറ്ററിൽ കൊണ്ടുവരാൻ കാരണം എന്താ? DPTRൻ്റെ വെച്ചിട്ടാണ് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്കാണ് നമ്പർ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ DPTRലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് നമ്പർ കൊടുക്കണമെങ്കിൽ നമ്പർ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നാൽ പോരാ, അക്യുമുലേറ്ററിൽ തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് അക്യുമുലേറ്ററിലേക്ക് പഴയ നമ്പർ കൊണ്ടുവരുന്നത്. സോ മൂവ് A,R2 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പഴയ നമ്പർ, അതായത് 9000 നമ്പർ അക്യുമുലേറ്ററിലേക്ക് വരുന്നു. ഇനി എന്താ ചെയ്യുന്നത്? മൂവ് X @DPTR. DPTRൻ്റെ വാല്യൂ 9001 ആണ്. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് നേരത്തെ നമ്മൾ അക്യുമുലേറ്റർ കൊണ്ടുവന്ന നമ്പർ വെക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? 9000 ഉണ്ടായിരുന്ന നമ്പർ 9001 വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? സോ എക്സ്ചേഞ്ചിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞു. എക്സ്ചേഞ്ചിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞു. 9000 ഉണ്ടായിരുന്ന നമ്പർ 9001 വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ്ചേഞ്ചിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്, വിച്ച് ഈസ് 9001 ഉണ്ടായിരുന്ന നമ്പർ 9000 വെക്കണം. അപ്പോൾ 9001 ഉണ്ടായിരുന്ന നമ്പർ എവിടെയുള്ളത്? അത് R3 അവൈലബിൾ ആണ്. ഓക്കെ, DPTR ഇപ്പോൾ എത്രയിലുള്ളത്? 9001 പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ 9001 നമ്പർ കൊണ്ട് വെച്ചു, അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് 9000 അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് DPTRനെ ഒരു വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്ത് 9000 കൊണ്ടുപോവുക. അങ്ങനെ പോയി കഴിഞ്ഞാലേ അങ്ങോട്ട് പുതിയ നമ്പർ അങ്ങോട്ട് വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ലൈൻ എഴുതിയേക്കുന്നത്, DPL. DPTR ഡിക്രിമെൻറ്റ് ചെയ്യാറില്ല, പകരം DPTRൻ്റെ ലോവർ പോർഷൻ DPL മാത്രമേ ഡിക്രിമെൻറ്റ് ചെയ്യാറുള്ളൂ. സോ ഇനി എന്താ ചെയ്യണേ? ഇനി അടുത്തത് മൂവ് A,R3. R3 എന്തുള്ളത്? 9001 നമ്പർ ഉള്ളത്. അത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരുന്നു.
അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ അതേ കാരണമാണ്. DPTR പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് ഡാറ്റ മാറ്റണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രജിസ്റ്ററിൽ ഇരുന്നാൽ പറ്റില്ല, അക്യുമുലേറ്ററിൽ തന്നെ വേണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ചെയ്യുന്നത് MOVX @DPTR, A. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 9001 നമ്പർ ഇപ്പോൾ 9000ലേക്ക് മൂവ് ചെയ്യും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ചെയ്തേക്കുന്നത് 9001 ഡാറ്റ എടുത്ത് 9000 വെക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പ് 9000 ഡാറ്റ എടുത്ത് 9001 കൊണ്ടുവച്ചിരുന്നു. അപ്പം ഈ ഒരു എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആവും. DPTRൻ്റെ കറൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9000 ആണ് ഇരിക്കുന്നത്. ഇത്രയാകുമ്പോഴത്തേക്കും നമ്പറിൻ്റെ എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആവും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി പോകേണ്ടത് അടുത്ത ലൊക്കേഷനിലേക്കാണ്. അതായത് ഇനി കമ്പയർ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ നമ്പേഴ്സാണ്? 9001 നമ്പറും അതുപോലെ 9002 നമ്പറുമാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ DPTR 9001 ആക്കാൻ വേണ്ടിയിട്ട് DPTR ചെയ്യുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 9000ൽ നിന്ന് 9001ലേക്ക് പോകുന്നു. ഇത്രയാകുമ്പോഴാണ് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കംപ്ലീറ്റ് ആകുന്നത്. ഇത്രയും ചെയ്യേണ്ടത് എപ്പോഴാണ്? ക്യാരി ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ക്യാരി ഫ്ലാഗ് സെറ്റ് അല്ലെങ്കിൽ നേരെ ഈ സ്കിപ്പ് എന്ന് പറഞ്ഞ ലൈനിലേക്ക് പോവുള്ളൂ. അതാണ് JNC സ്കിപ്പ്. സ്കിപ്പിൽ എന്താ ചെയ്യുന്നത്? സ്കിപ്പിൽ ചെയ്യുന്നത് നോക്കുക, DJNZ R6, loop 2. അപ്പോൾ R6 എന്ന് പറഞ്ഞാൽ അറിയാം, കൗണ്ടർ രജിസ്റ്ററാണ്. അതായത് 4 നമ്പറാണ് വെക്കുന്നതെങ്കിൽ 3 കമ്പാരിസൺസ് വിത്തിൻ നമ്പേഴ്സ് തമ്മിൽ നടത്തണം. ഓരോ തവണ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നത്? R6ൻ്റെ വാല്യൂ ഓരോന്ന് കൗണ്ട് കുറഞ്ഞു വരും. സ്റ്റാർട്ടിങ് 3 ആയിരിക്കും ഉണ്ടാകുക. ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് ഇപ്പോൾ കാണിച്ച പോലെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ R6ൻ്റെ വാല്യൂ 3ൽ നിന്ന് 2 ആകും കേട്ടോ. എന്നിട്ട് അടുത്ത വീണ്ടും ലൂപ്പ് 2 ഇതുപോലെ അടുത്ത രണ്ട് നമ്പേഴ്സ് 9001 9002 നമ്പർ കമ്പയർ ചെയ്യും. എന്നിട്ടും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ലൈനിൽ വരും. അപ്പോൾ R6ൻ്റെ വാല്യൂ പിന്നെയും കുറയും, 2ൽ നിന്ന് 1 ആകും. ഇങ്ങനെ ഇത് ലൂപ്പ് 2 3 തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? R6ൻ്റെ വാല്യൂ 0 ആകും. R6ൻ്റെ വാല്യൂ 0 എന്ന മീനിങ് എന്താണ്? നമ്മൾ കൊടുത്ത 4 നമ്പേഴ്സ് എല്ലാം പരസ്പരം കമ്പയർ ചെയ്ത് കഴിഞ്ഞു 3 തവണ. അതായത് റൗണ്ട് 1 കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇനി എന്താ സംഭവിക്കുന്നത്? റൗണ്ട് 1 കൊണ്ട് ഒരിക്കലും നമ്പേഴ്സ് കംപ്ലീറ്റ്ലി സോർട്ടഡ് ആകത്തില്ല. വീണ്ടും റൗണ്ട് 2 പോകണം, വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ലൂപ്പ് വന്നേക്കുന്നത്, ലൂപ്പ് 1. ലൂപ്പ് 1ൻ്റെ കൗണ്ടാണ് R7ൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്തിനാണ് ഈ രണ്ട് ലൈൻസ് എന്ന് പറയാം. അപ്പോൾ 4 നമ്പർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് തമ്മിൽ 3 കമ്പാരിസൺസ് നടത്തുമ്പോഴാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെ 3 കമ്പാരിസൺസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ലൂപ്പ് 2ൻ്റെ കൗണ്ട്, അതായത് R6ൽ കീപ്പ് ചെയ്യുന്ന കൗണ്ട് 0 ആയിട്ട് പോകും. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ ഒരു R6ൻ്റെ കൗണ്ട് വാല്യൂ വീണ്ടും 3 ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യൂ ചെയ്യുന്നത്. ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും R6 0 ആകും. എന്താണ് ഓരോ റൗണ്ട് എന്ന് പറഞ്ഞാൽ? തന്നിരിക്കുന്ന 4 നമ്പേഴ്സ് 3 തവണ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകും. അങ്ങനെ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും R6 എന്ന് പറഞ്ഞ രജിസ്റ്റർ 0 ആയിട്ട് മാറും. DJNZ R6, L2 അത് ഓരോ തവണ കമ്പാരിസൺ നടത്തി കഴിയുമ്പോഴും ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഫൈനലി ഒരു റൗണ്ടിലെ കമ്പാരിസൺസ് കഴിയുമ്പോൾ R6 0 ആയിട്ട് മാറും. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? R6നെ നമ്മൾ 3 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻ എഴുതിയേക്കുന്നത്. ഇപ്പോൾ മൂവ് R6, R7 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ്
R7-ലെ വാല്യൂ ആദ്യം എയിൽ കൊണ്ടുവരുന്നത്, അത് കഴിഞ്ഞിട്ട് എയിൽ നിന്ന് R6-ലേക്ക് മൂവ് ചെയ്യുന്നത്. മൂവ് A, R7-ഉം അത് കഴിഞ്ഞ് മൂവ് R6 ചെയ്യും. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത റൗണ്ടിലേക്ക് പോകാൻ റെഡിയാവും. R6 3 ആവും. പിന്നെയും അടുത്ത റൗണ്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ലൈൻ എന്താണ്? DJNS R7, ലൂപ്പ് 1. ആ ലൂപ്പ് എന്തിനുള്ളതാണ്? റൗണ്ട്സ് കംപ്ലീറ്റ് ആയോ എന്ന് നോക്കാനാണ്. അപ്പോൾ 4 നമ്പർ ആണെങ്കിൽ 3 റൗണ്ട് കമ്പാരിസൺസ് വേണ്ടി വരും. അപ്പോൾ ആ കൗണ്ട് ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു R7 രജിസ്റ്ററിലെ കൗണ്ട് വെച്ചിട്ടാണ്. അതാണ് അടുത്ത ലൈൻ. സോ അത് കഴിഞ്ഞ് എൻഡാണ്. സോ 3 റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? R1, R2, R3 വരെ പോയി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? R7 എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ കൗണ്ട് 0 ആവും. അപ്പോൾ R7-ൻ്റെ രജിസ്റ്റർ 0 ആകുമ്പോഴത്തേക്കുമാണ് ലൂപ്പ് 2, അതായത് റൗണ്ട്സിൻ്റെ ലൂപ്പ് 3 തവണ കംപ്ലീറ്റ് ആകുന്നത്. R1, R2, R3. അപ്പോൾ കഴിഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ കണ്ടതാണ്. 3 റൗണ്ട് 4 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ 3 റൗണ്ട്സ്. 3 റൗണ്ട് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്പേഴ്സ് സോർട്ടഡ് ആവുള്ളൂ. സോ അത് കഴിഞ്ഞ് വരുന്നത് എൻഡാണ്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദി പ്രോഗ്രാം. സോ ഇതാണ് സോർട്ടിങ്ങിൻ്റെ പ്രോഗ്രാം.